ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയും പപ്പയും എല്ലാവരും എസ്റ്റേറ്റൊക്കെ കണ്ടിട്ട് വളരെ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് കേട്ടോ. വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയ ഉടനെ തന്നെ സ്റ്റാൻലി അങ്ങ് അകത്ത് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ വിനോദും ആൻ്റപ്പനും ഒക്കെ ഉണ്ടേ. അവർ ചോദിക്കുകയാണ് മുത്തശ്ശനോട്, അപ്പച്ചനോടും അലീനയോടും, ഇത്ര വേഗം എസ്റ്റേറ്റൊക്കെ കണ്ടു തീർന്നോ? അപ്പച്ചൻ പറയാണ് കേട്ടോ, അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കണ്ടു തീർക്കാൻ പറ്റുന്നത്? അത്രത്തോളം കിടക്കുമല്ലേ, പറ്റാവുന്നതെല്ലാം കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരി, അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ചൊന്ന് വിശ്രമിക്കട്ടെ അല്ലേ? അങ്ങനെ അലീനയും കൂട്ടി അകത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ വിനോദ് പറയാണ്ട്, എന്തിനാവും ഇവരിപ്പോൾ എസ്റ്റേറ്റൊക്കെ കൊണ്ട് നടന്ന് കാണിച്ചത്? ആ സാറിൻ്റെ മോളെന്നല്ലേ പറഞ്ഞേ, ചിലപ്പോൾ എസ്റ്റേറ്റ് എങ്ങാനും ഈ കൊച്ചിൻ്റെ പേരിൽ എഴുതി കൊടുക്കാനാണെങ്കിലോ? അപ്പോൾ വിനോദ് പറയാട്ടോ, ഇന്നലെ വന്ന മോളെന്നും പറഞ്ഞ് കയറി വന്ന ഒരുത്തിക്ക് വേണ്ടി ഇത്രയൊക്കെ എഴുതി കൊടുക്കുമോ? ആർക്കറിയാം, അവർക്ക് തന്നെ അറിയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. അകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ അലീനയുടെ അപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, സ്റ്റാൻലിയും ചോദിക്കുന്നുണ്ട്, ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടോ? എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത്? അല്ല, മോക്ക് വല്ല ഫാൻസി സ്റ്റോറിലോ വേറെ കോസ്മെറ്റിക് എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും. അപ്പോൾ അലീന പെട്ടെന്ന് പറയാട്ടോ, ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും പോകാനില്ല. ഇവിടെ അടുത്തെവിടെയെങ്കിലും ഓർഫണേജ് എന്തെങ്കിലും ഉണ്ടോ? ഓർഫണേജോ? ആ അതെ, ഇവിടെ കഴക്കൂട്ടത്തും അതിനടുത്തുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഓർഫണേജ് ഉള്ളതായിട്ടൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ഏരിയയിലൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് ദേഷ്യം വരാണ്. സ്റ്റാൻലി പറയാം, അനാഥാലയങ്ങളെ ലിസ്റ്റ് എടുക്കലല്ല എൻ്റെ പണി. നീ ഒരു കാര്യം ചെയ്യ്, അതൊക്കെ ആൻ്റപ്പനെ ഏൽപ്പിക്കേ, അവനോട് പോയി പറ. അതെന്തിനാണ് ഞാൻ ആൻ്റപ്പനോട് പറയുന്നത്? എൻ്റെ പപ്പ ഇവിടെ നിൽക്കുന്ന ആളല്ലേ, ആൻ്റപ്പനല്ലല്ലോ എൻ്റെ പപ്പ എന്ന് പറയാം കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒന്ന് ചെറഞ്ഞ് നോക്കുകയാണ് നമ്മുടെ അലീനനെ. എന്നിട്ട് പറഞ്ഞിട്ട്, എനിക്ക് മടുത്തു, കുറേ ആയി കേൾക്കുന്നു അനാഥാലയം അനാഥാലയം എന്നൊക്കെ. കേട്ട് എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനായി തുടങ്ങി. അപ്പോൾ അലീന പറയാം, എന്തിനാ അങ്ങനെ ഇറിറ്റേഷൻ? ഞാൻ അവിടെ വളർന്നതല്ലേ, നിന്നോടാണ് ഞാൻ പറഞ്ഞത് ആ കാര്യം വീണ്ടും വീണ്ടും പറയരുതെന്ന്. എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല പപ്പ, കാരണം ഞാൻ 23 വർഷക്കാലം അവിടെ തന്നെയാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ വളർന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവിടെ കുറച്ച് സംഭാവനകളൊക്കെ ചെയ്യണം, അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അപ്പച്ച ഇവൾ പറയുന്നത് കേട്ടില്ലേ? നമ്മളിപ്പോൾ തോട്ടമൊക്കെ കൊണ്ട് കാണിച്ചില്ലേ, അവിടുത്തെ വരുമാനവും കാര്യങ്ങളൊക്കെ ഇവളോട് പറയുകയും ചെയ്തു. അത് ഇവൾക്ക് സഹിക്കണില്ല എന്ന് തോന്നുന്നു. ഇനി അതുകൊണ്ടായിരിക്കും അനാഥാലയത്തിലും കൊടുക്കാനായിട്ട് ഇവൾ പറയുന്നത്. അന്നേരം അലീന പറയാം, ഇല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. തോട്ടവും അവിടുത്തെ കാര്യങ്ങളും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, ഇഷ്ടക്കേടും ഒന്നുമില്ല. പക്ഷേ കിട്ടുന്നതിൽ ഒരു വരുമാനത്തിൽ ഒരു പങ്ക് സാധുക്കൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഈ 23 വർഷക്കാലവും എന്നെ പപ്പയുടെയും മോളായ അലീനയെ വളർത്തിയത് ഒരു അനാഥാലയമാണെന്ന് കൂടെ ഓർത്തോളണം. അവിടെയും ഉണ്ട് പട്ടിണി കിടക്കുന്നവർ. ഞാനും 23 വർഷക്കാലം അവിടെ വളർന്നതാണ്. എനിക്കൊരു നാണക്കേടുമില്ല അത് പറയാനായിട്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് എല്ലാം ആവുകയും ഞാൻ മാത്രം തിന്നും കൊഴുത്ത് സുഖിച്ച് നടന്നാൽ മതിയോ? അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുണ്ട്, അവർക്കും കൂടെ ഒരു നന്മ വേണ്ടേ? അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം പപ്പ എന്തായി പറയുന്നത്? പപ്പയ്ക്ക് എന്താ അനാഥാലയത്തിൽ വളർന്നു എന്ന് പറയുമ്പോൾ തീരെ ഇഷ്ടപ്പെടാത്തത്? അങ്ങനെയാണെങ്കിൽ അനാഥാലയത്തിലുള്ള കുട്ടികളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവിടെയല്ലേ വളർന്നത്, അപ്പോൾ എന്നെ ഇഷ്ടമുണ്ടായിരിക്കില്ല അല്ലേ? ഞാൻ അങ്ങനെയാണോ അലീന പറഞ്ഞത്? അതെ, എനിക്ക് പാലായിക്ക് തിരിച്ചു പോയാൽ മതിയെന്ന് തോന്നുമോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? സാരമില്ല, എനിക്ക് ടിക്കറ്റിൻ്റെ പൈസ തരാമോ? ഞാൻ തിരിച്ച് പാലായിക്ക് തന്നെ പോയിക്കോളാമെന്ന് പറഞ്ഞ് അലീന നേരെ മേളിലേക്ക് കയറി പോവാണ്. അപ്പം പെട്ടെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്, അലീന ഒന്ന് നിന്നേ, നീ എങ്ങോട്ടാണ് പോകുന്നത്? തിരിച്ചു പോകാനോ അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നോ എന്തെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞോ? അല്ല, അനാഥാലയത്തിലുള്ളവരെയൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവിടെ വളർന്ന എന്നോടും അത്രയൊന്നും ഇഷ്ടം കാണില്ലല്ലോ പപ്പയ്ക്ക്. അങ്ങനെ ഞാൻ പറഞ്ഞോ? ഒരിക്കലും ഇല്ല. അങ്ങനെ ഇഷ്ടമില്ലാതുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമോ എന്നിങ്ങനെ ചോദിക്കട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതെ, ഞാനൊരു കാര്യം പറയാം, ഈ ഓർഫണേജുകളിൽ എന്തെങ്കിലും ഒരു സഹായം കൊടുത്തേ പറ്റൂ. 23 വർഷക്കാലം എനിക്കാരുമില്ലാതെ ഞാൻ വളർന്നതാണ്. അന്നേരം അവിടെ വളരുന്നതും സാധുക്കൾ, അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ്, അല്ലാതെ ആരുമില്ലാത്തതല്ല. അച്ഛനും അമ്മയും ഒക്കെ ഉള്ള കുട്ടികൾ തന്നെയാണ് ഓരോരുത്തർക്കും. എവിടെയൊക്കെയോ ഉണ്ട് ഒരു സ്റ്റാൻലി പപ്പ, ഒരു വൈജയന്തി അമ്മയുണ്ട്. പിന്നെ പരസ്പരം അറിയുന്നില്ലെന്നേ ഉള്ളൂ അവർ. എന്നാലും ഒരിക്കലും അങ്ങനെയൊന്നും പപ്പ പറയരുത് എന്നിങ്ങനെ അലീന വീണ്ടും പറയാണ് കേട്ടോ. പക്ഷേ ഞാനും അവരിൽ ഒരാളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ മറക്കാനൊന്നും കഴിയില്ല. അല്ലെങ്കിൽ വേണ്ട, പപ്പ ആർക്കും ഒന്നും കൊടുക്കണ്ട, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. അന്നേരം അപ്പച്ചൻ വന്ന് പറയാട്ടോ, അയ്യോ മോള് പെണിഞ്ഞോ? എന്താ ഇങ്ങനെ? ഇതാണോ എൻ്റെ ചിന്നമ്മ?
മോളിങ്ങി വന്നേ, നമ്മൾ പുറത്തൊക്കെ പോയി ക്ഷീണിച്ച് വന്നല്ലേ, ഒരു ഉഗ്രൻ ചായ ഇട്ടെന്നേക്ക്, വാ വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചൻ അലീനയും കൂട്ടി കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ മകൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയോ അവളുടെ ആ ഒരു വേദനയിൽ വല്ലാതെ വിഷമിച്ച് നിൽക്കാൻ കേട്ടോ. അങ്ങനെ സ്റ്റാൻലി പതിവ് പോലെ തന്നെ മദ്യപിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പച്ചൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ചോദിക്കാണ്ട്, നീ എന്താടാ തുടങ്ങിയോ? അപ്പച്ചന് വേണോ? എനിക്കൊന്നും വേണ്ട. അതെ, നീ എന്താ നിൻ്റെ മനസ്സൊക്കെ വിഷമിച്ചതുപോലെ ഇരിക്കുന്നത്? അല്ല, നിൻ്റെ സ്വരത്തിനൊരു കനമുണ്ടല്ലോ, എന്താണ് കാര്യം? അപ്പച്ച, എന്നോട് ഇതുവരെയും ആരും ഒരക്ഷരം പോലും മറുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നവരോട് ഞാൻ പോയി പണി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാനോ തീരുമാനം എടുക്കാനോ ഞാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല. ഓ, അത് ശരി. അതിൻ്റെ ഒരു കുറവ് നിനക്ക് നല്ല പോലെ ഉണ്ട്. പിന്നെ ഇപ്പം നിനക്കെന്താ പ്രശ്നം? എന്തിനാ അപ്പച്ച അവൾ എന്നോടിങ്ങനെ യുദ്ധത്തിന് വരുന്നത്? അവൾ ആവശ്യപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കാമെന്ന് അവളോട് പറഞ്ഞു. അപ്പോൾ എന്നാലും അത് പോരാ, ഞാൻ തന്നെ ചെയ്യണമെന്ന് ആൻ്റപ്പനെ കൊണ്ട് ചെയ്യിച്ചാൽ എന്താണ് കുഴപ്പം? എന്തിനാണ് ഓർഫണേജ് എന്ന് എപ്പോൾ നോക്കിയാലും എന്നെ കുറ്റപ്പെടുത്തി പറയുന്നത്? ലാലിച്ച, അവന് ആൻ്റപ്പനെ കൊണ്ട് ചെയ്യിക്കാനാണെങ്കിൽ അവന് അങ്ങനെയല്ലേ അവൾ പറയുള്ളൂ അന്ന്. പക്ഷെ അവളുടെ പപ്പയോട് പറഞ്ഞെന്തിനാ? പപ്പയെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നല്ലേ? അതൊരു തെറ്റാണോ? അവൾ തെറ്റ് പറയുന്നതൊക്കെ പറയാൻ പറ്റുമോ? എനിക്കാണെങ്കിൽ ആ ഓർഫണേജ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തുപോലെ തോന്നും, വല്ലാത്തൊരു ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെയാണ്. അപ്പോൾ അപ്പച്ചൻ പറയാനോ, ലാലിച്ച, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ എനിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പിന്നെ അപ്പച്ചന് തോന്നണം. അപ്പച്ചൻ ചെയ്ത പ്രവൃത്തിക്ക് അപ്പച്ചൻ കേട്ടേ പറ്റുള്ളൂ. എടാ, ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഉടനെ എൻ്റെ തോളിലേക്ക് നീ കയറാൻ നോക്കലേ ലാലിച്ച. അപ്പോൾ സ്റ്റാൻലി അപ്പച്ചനെ രൂക്ഷമായിട്ട് നോക്കണം കേട്ടോ. അപ്പച്ചൻ പണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് ഈ പറയുന്നത്. സാരില്ല, അവളെ അനാഥാലയത്തിൽ കിടക്കാൻ കാരണം ഞാൻ തന്നെയാണെന്ന് വെച്ചോ. ഇപ്പോൾ അവളുടെ അപ്പൻ്റെ അടുത്തേക്ക് വന്ന് അവളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കണം എന്നല്ലേ പറഞ്ഞുള്ളൂ. അല്ലാതെ അനാഥാലയം പുതിയതൊരെണ്ണം തുടങ്ങണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഇങ്ങനെയാണെങ്കിൽ അത് എപ്പോഴാണ് പറയുന്നതെന്ന് നോക്കിയാൽ മതി. അവളിനി അങ്ങനെ പറഞ്ഞാലും ഞാൻ തെറ്റൊന്നും പറയത്തില്ല ലാലിച്ച. അത് നന്നായി. ഈ അപ്പനല്ലേ എനിക്ക് ഒരു മകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് നക്കാപ്പിച്ച വല്ലതും കൊടുത്ത് ഒഴിവാക്കാൻ പറഞ്ഞത് അല്ലേ അപ്പച്ചാ? 3-4 ദിവസം പിന്നെ പുനലൂരിൽ ചാടി ഓടി വന്നത് ഈ മകളെ, ഈ പറയുന്ന എൻ്റെ മകളെ നാട് കടത്താൻ വേണ്ടിയിട്ടല്ലേ? ഇടാ പോട്ടെ, പഴയതൊന്നും ഓർക്കൊന്നും വേണ്ട. അപ്പോൾ ലാലിച്ചനൊന്ന് ചിരിക്കാൻ കേട്ടോ. അതെ, കഴിഞ്ഞതൊക്കെ പറയുമ്പോൾ ചിലർക്കൊക്കെ കൊള്ളുകയും ചെയ്യും. എടാ ലാലിച്ച, ദേ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയല്ലേ. ഞാൻ സമ്മതിച്ചല്ലോ, ആയ കാലത്ത് ചില തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് തിരുത്തുന്ന കാര്യമാണ് ഇപ്പം ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കെന്തെങ്കിലും സുഖം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അല്ലേ? അപ്പൻ്റെ ചിന്നമ്മയുടെ മുഖം മാടിയതുണ്ടല്ലേ ഇപ്പോൾ സന്ധ്യ സംഭാഷണത്തിൽ വന്നത്. അല്ലാതെ എൻ്റെ വിഷമം കണ്ടിട്ടാണോ? അത് എന്നാ ലാലിച്ച, അങ്ങനെ നിന്നെക്കാളും വലുതാണോ അവൾ? കാര്യം ചിന്നമ്മയെപ്പോലെ ആണെങ്കിലും ന്യായമല്ലാത്ത കാര്യത്തിന് കൂട്ടി നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഇത്ര നേരം അപ്പച്ചൻ ആരുടെ കാര്യമായി പറയുന്നത്? എടാ, അതാ ഞാൻ പറഞ്ഞത്, ഇത്തവണ അവളുടെ ഭാഗത്താണ് ന്യായം. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് ലാലിച്ച, ആരെങ്കിലും പറയുന്ന കാര്യത്തിൽ ന്യായമോ നീതിയോ ഉണ്ടെങ്കിൽ നമ്മളത് സമ്മതിച്ച് കൊടുത്തിരിക്കണമെന്നേ. പിന്നെ അതുകൊണ്ട് നമുക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും നിലനിൽക്കത്തില്ല. നിൻ്റെ മോള് ഒരിക്കലും കള്ളത്തരത്തിനോ അനീതിക്കോ കൂട്ടു നിൽക്കില്ല. ആത്മാർത്ഥതയും സ്നേഹവും നന്മയുള്ളവളാ. അങ്ങനെയുള്ള മക്കളല്ലേ അപ്പന് വേണ്ടിയത്, അല്ലേടാ എന്ന് ലാലിച്ചൻ്റെ മുഖത്ത് നോക്കി അപ്പച്ചൻ ചോദിക്കട്ടോ. ലാലിച്ചനും അപ്പച്ചനും ഒന്ന് നോക്കാണ്. പറയുന്നതൊക്കെ ശരിയാണെന്ന് ലാലിച്ചനറിയാം, പക്ഷേ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. എന്നിട്ട് അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തായാലും അവളോട് പോയി സംസാരിക്കട്ടെ. ഇനി എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിന്ന് സംസാരിക്കാൻ ഞാനല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടി ആരെയും മധ്യസ്ഥനും പറയണ്ട. പിന്നെ അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് ചെല്ലേണ്ട താമസമുള്ള അഹുദ കുട്ടിച്ചായനെ ചിന്നമ്മ വളച്ചൊടിച്ച് ചുരുട്ടി കയ്യിലാക്കും. പിന്നെ അതൊക്കെ അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ ഈ ഔദയുടെ അടുത്താവൊന്നും ചിലവാകത്തില്ല. ഒന്ന് പോ അപ്പച്ച. എനിക്കറിയരുതോ അപ്പച്ചൻ അവളെ പേടിയാ. പിന്നെ എനിക്ക് പേടിയില്ലെങ്കിലേ അപ്പച്ചനൊരു കാര്യം ചെയ്യും. അങ്ങനെ ലാലിച്ചൻ ഒരു ഗ്ലാസ് കള്ളെടുത്ത് അപ്പച്ചന് നീട്ടുക കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ പറയാം. ഇല്ല, എനിക്കിന്ന് വേണ്ട, എനിക്ക് വല്ലാത്ത തലവേദന. അത് ശരി, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അലീനയുടെ അടുത്ത് പോകുമ്പോൾ കുടിക്കാൻ ശരിയാവില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ചെല്ലെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവത് കുട്ടിച്ചായ അലീനയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറയാനുണ്ട്, എടാ അവൾക്ക് അവളെ അപ്പനോട് സ്വാതന്ത്ര്യത്തോട്ട് പറയാനുള്ള കാര്യമില്ലേ അവൾ പറഞ്ഞോളൂ എന്നും കൂടെ പറയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ആകെ ഒരു വല്ലാത്ത ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ, കള്ളും കുടിച്ചും കൊണ്ട്. പിന്നെ ഇന്ന് കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ കടപ്പാട്ടാണ് കേട്ടോ. വൈജയന്തി ആണെങ്കിൽ പുതിയ ജോലിക്കാരിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയൊരാളിവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന പാടെ തന്നെ
അകത്തേക്ക് കയറി വലിയ ചിരിച്ചും സന്തോഷത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞിട്ട്, ഓ ഞാൻ ഈ വീട് ഒത്തിരി തവണ കണ്ടിട്ടുണ്ട് കേട്ടോ. ആണോ? ആ, പക്ഷേ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഞാൻ ഈ വീട് കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്നെ ജോലിക്ക് വിളിച്ചപ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഈ കവറിലെന്താ? അത് എൻ്റെ തുണിയാണ് ഇവിടെ ഇട്ടുകൊണ്ട് ജോലി ചെയ്യാനേ. ഇവിടെ നിന്ന് ഇനി നൈറ്റിയോ സാരിയോ പഴയ തുണികളോ എന്തെങ്കിലും തന്നാൽ ഞാൻ അത് ഉപയോഗിച്ചാളാം കേട്ടോ എന്നിങ്ങനെ ജോലിക്കാരി പറയാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മക്കളെ എല്ലാവരും കൂടെ വിളിക്കുകയാണ് നമ്മുടെ വൈജ. അപ്പോൾ ഭവിത വരെയാണ്. എന്താമേ നീ കിച്ചണിൽ എന്താ ചെയ്യണേ? ഞാൻ ചായയും ബനാന ബജ്ജിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല, ഇതാണ് എൻ്റെ പണി. എന്നാൽ പിന്നെ നീ അത് നിർത്തിക്കോ എന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവളോട് പറഞ്ഞാൽ മതി. ഇത് പുതിയ സെർവൻ്റാണ്, നിങ്ങൾ വലുതായിട്ട് കഷ്ടപ്പെടണ്ട. അപ്പോൾ ബബിത പറയാം, ഇത്ര നാൾ കഷ്ടപ്പെട്ടപ്പോൾ ആരും ഇല്ലായിരുന്നല്ലോ ഇവിടെ. അമ്മയെ ശുശ്രൂഷിക്കണോ അതോ വീട്ടു ജോലി ചെയ്യാനാണോ ഈ വന്നിരിക്കുന്നത്? എല്ലാം ചെയ്തോളും. ഇവളുടെ പേര് സുനിത എന്നാണ്. കൃഷ്ണനെ വിളിക്ക്, അവൾ ചായ ഉണ്ടാക്കുക. അപ്പോഴാണ് കൃഷ്ണ അങ്ങോട്ട് വരിക കേട്ടോ. എന്നിട്ട് കൃഷ്ണയോട് പറയാനുണ്ട്. ബബിത പറയാം, അമ്മ പുതിയ സെർവൻറ്റിനെ പരിചയപ്പെടുന്ന വിളിച്ചതാ. ഓ, അമ്മയ്ക്ക് ചായ എടുക്കട്ടെ, ഇന്നും കൂടെ എടുത്തോ, നാളെ മുതൽ വേണ്ട കേട്ടോ. ശരി. അങ്ങനെ കൃഷ്ണ നേരെ അകത്തേക്ക് ചെല്ലാൻ കേട്ടോ. ചായയൊക്കെ എടുക്കണ്ട. ആ സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. ഈ സമയം എല്ലാവരും ചായയൊക്കെ എടുക്കണം. എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ പുറത്താണ് എല്ലാം കൊണ്ട് വയ്ക്കുന്നത്. അപ്പോൾ പുതിയ ജോലിക്കാരിയായ സുനിതയോട് പറഞ്ഞുകൊണ്ട് നീ ഒരു കപ്പ് ചായ എടുത്തോ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ചായ കുടിക്കണ്ട. പെട്ടെന്ന് തന്നെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ മലപ്പുറം കത്തിയും വിഷയം കിണ്ണോ ഒലക്കയുടെ മൂടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അപ്പോൾ അവരന്തം വിട്ട് പോവാട്ടോ. അപ്പോൾ കൃഷ്ണ പറയാം, അതെ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിലേ ഇതൊക്കെ വേണ്ടി വരും. അപ്പം വൈജ ചോദിക്കുന്നുണ്ട്, നീ എന്താ അവളെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണോന്ന്? ആ സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അച്ഛാ ചായ റെഡിയാണ്, കഴിക്കാം. അങ്ങനെ പതിയെ ബാലേന്ദ്രൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വരും. പുതിയൊരാളെ കണ്ടിങ്ങനെ നോക്കാം കേട്ടോ. മൊത്തത്തിലൊന്ന് നോക്കണുണ്ട് ആരാന്നുള്ള രീതിയിൽ. അപ്പോൾ അവർ പറഞ്ഞിട്ട്, എൻ്റെ പേര് സുനിത. അച്ഛാ ഇത് അമ്മ വിളിച്ച് വരുത്തിയ പുതിയ സെർവൻ്റാന്ന് ബാപ്പിത പറയട്ടെ. ഓ അത് ശരി. അപ്പോൾ ശമ്പളം ആരും കൊടുക്കും? വൈജ പറയാം, സുനിതയുടെ ശമ്പളം ഞാൻ കൊടുത്തോളാം. പെട്ടെന്ന് തന്നെ ഒരു കപ്പ് ചായ കൃഷ്ണ കൊടുക്കാൻ കേട്ടോ. അത് വാങ്ങിച്ചിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ബബിതേ ഇവിടെ ഒരു സെർവൻറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല അച്ഛാ, ഇതിപ്പോൾ അമ്മ വിളിച്ച് വരുത്തിയതാണ്. ആ നോക്കാം, എവിടം വരെ പോകും നോക്കാം എന്ന് ബാലേന്ദ്രൻ പറയണ്ട. എന്നിട്ട് ജോലിക്കാരി ഒന്ന് നോക്കുന്നുണ്ട്. വൈജയും എല്ലാവരെയും മൊത്തത്തിലൊന്ന് നോക്കുകയാണ്. വൈജയുടെ സ്വഭാവം വെച്ച ഒരു ജോലിക്കാരിയും അവിടെ നിൽക്കുന്നില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി ബബിത ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വൈജ ഇങ്ങോട്ട് വന്നിട്ട് ബബിതയെ വിളിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം വിളിച്ചിട്ടും ബബിത മൈൻഡ് ചെയ്യണില്ല കേട്ടോ. അങ്ങനെ വൈജയ്ക്ക് ദേഷ്യം വന്ന് പോയി റിമോട്ട് എടുത്ത് ടി വി ഓഫ് ചെയ്യാണ്. അന്നേരം ബബിത പോയി ദേഷ്യപ്പെട്ടു, എന്താ അമ്മേ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു, കേൾക്കണ്ടേ നീ? എന്നതാ ഇത് ഇത്ര സൗണ്ട് കൂട്ടി വെച്ചേക്കുന്നത്? ഫുഡ് കഴിക്കണ്ടേ? നീ ഇങ്ങോട്ട് വന്നേ, കൃഷ്ണയെ വിളിക്കേ, പിന്നെ ആ രോഹിത്തിനെ ഇങ്ങോട്ട് വിളിക്കേ. ഞാൻ വിളിച്ചോളാം. കൃഷ്ണക്കുട്ടി എന്ന് വിളിക്കണ്ടേ? കൃഷ്ണക്കുട്ടി അതൊക്കെ എന്താടി? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ വിളിക്കും, അതിനെന്താ? പിന്നെ പോയി അച്ഛനെ കൊണ്ട് വിളിച്ചോണ്ടോ. അപ്പോൾ കൃഷ്ണ പറയാം, എനിക്ക് വയ്യ കോണിപ്പടി കയറാൻ, പോയി വിളിച്ചോണ്ട് പാടി. അപ്പോൾ ശരി, ആഹാരം വെച്ചിട്ടുണ്ടെന്ന് പറ, വിളിച്ചോണ്ട് പോവാ. അങ്ങനെ അവരെല്ലാവരും പോവാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ഫുഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് സുനിതയെ വിളിക്കുകയാണ്. സുനിത എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ടേബിളിലേക്ക് പ്ലേറ്റും കാര്യങ്ങളും എല്ലാം പറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താണ് സ്പെഷ്യലെന്ന്. അപ്പോൾ ഉടനെ തന്നെ വൈജ പറയാം കേട്ടോ, സ്പെഷ്യലൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ മതി, ഇപ്പം അറിയണ്ട. അപ്പോഴാണ് രോഹിത് അച്ഛനോട് പറയുന്നത്, അച്ഛാ എൻ്റെ ബൈക്കൊന്ന് മാറ്റി വാങ്ങിത്തരുമോ? എന്താടാ കാര്യം? 3 വർഷത്തോടെ ആയില്ലേ, വണ്ടി എത്ര പോരാ. ശരി നോക്കാം എന്നും പറയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഉടനെ തന്നെ പതിവില്ലാതെ നമ്മുടെ വൈജയന്തി വന്ന് നിൽക്കുന്ന സുനിതയോട് പറയാൻ കേട്ടോ, ജോലിക്കാരോട്, അതെ നീയും കൂടി ഇരുന്ന് കഴിച്ചോ, നമ്മുടെ കൂടെ തന്നെ ഇവിടെ ഇരുന്ന് കഴിച്ചോട്ടോ, വെറുതെ എന്തിനാ വായി നോക്കിക്കൊണ്ട് നിൽക്കണ്ടല്ലോ എന്ന്. ഓ അവർ കേൾക്കേണ്ട താമസം. പ്ലേറ്റ് എടുത്തു, ഇവരുടെ കൂടെ ഇരുന്ന് അവർ കഴിക്കാൻ അങ്ങോട്ട് തുടങ്ങിയിട്ടോ. ബാലേന്ദ്രൻ അതങ്ങോട്ട് തീരെ ഇഷ്ടമാവുന്നില്ല, അതുപോലെ പിള്ളേർക്കും ആർക്കും ഇഷ്ടമാകുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ പെട്ടെന്ന് പറയുന്നുണ്ട്, സുനിത ഫുഡൊക്കെ വിളമ്പാൻ വേണ്ടി വരട്ടെ. എന്താ? അപ്പോൾ എല്ലാവരും വൈജയന്തി എല്ലാവരും കൂടെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് അന്തം വിട്ട് നോക്കി നിൽക്കണം കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്